പ്രേക്ഷകരെ, ശ്രീ അനിൽകുമാർ എന്ന CPM പ്രതിനിധിയോട് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കേരള പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യ റൗണ്ടിൽ ചോദിച്ച ചോദ്യം അതാണ്. ഇപ്പോൾ മറ്റ് പാനലിസ്റ്റുകൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കേരള പോലീസ് എന്നുള്ളത് രാഷ്ട്രീയമായാണോ ഈ കേസിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഞാൻ അനിൽകുമാറിനോട് ചോദിച്ചത്. ഇനി ശ്രീ അനിൽകുമാറിന്റെ ഊഴമാണ്, അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള കാര്യം മറുപടി പറയാം. 2 മിനിറ്റ് സമയമുണ്ട്. ശ്രീ അനിൽകുമാർ, ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. കേന്ദ്രത്തിൽ ED, CBI എന്നിവർ രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പേരല്ല പിണറായി വിജയൻ. എന്തോ എങ്ങനെ ഇപ്പൊ 10 ദിവസം എന്നുള്ളതായി. എൽദോസ് കുന്നപ്പള്ളിയുടെ അത്രയും കാലമായിട്ടില്ല. വേറൊരു MLA ഉണ്ടല്ലോ, കോവളത്തെ MLA, വിൻസെന്റ് MLA, എത്ര ദിവസം ഒളിച്ചു കിടന്നു നമുക്കറിയത്തില്ല. അദ്ദേഹം ഒളിച്ചു കിടന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ബാംഗ്ലൂർ പോയി തപ്പുന്നതും കേരളത്തിലെ അതിർത്തികളിൽ തപ്പുന്നതും ഹോസ്റ്റൂറിൽ തപ്പുന്നതും ഡ്രൈവർമാരെ കസ്റ്റഡിയിൽ എടുക്കുന്നതൊക്കെ വരെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണോ അനിൽകുമാർ? എന്നാ പിന്നെ എല്ലാവർക്കും കൊടുത്ത പോലെ ഒരു ആനുകൂല്യം ഞങ്ങൾ അയാൾക്കും കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു? അതല്ല ഉദ്ദേശം. എൽദോസ് കുന്നപ്പള്ളിയെ കേരള പോലീസ് തപ്പിയില്ല എന്ന് ഞാൻ പറഞ്ഞോ? കോവളത്തെ വിൻസെന്റ് MLA കേരള പോലീസ് തപ്പിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ? അപ്പൊ തപ്പുന്നുണ്ട്, കിട്ടുന്നില്ല, പോലീസ് പരാജയം, അങ്ങനെയാണോ? കോൺഗ്രസ്സുകാരെ എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് കർണാടകത്തിലാണെന്നുള്ള വിവരം ഞങ്ങൾക്കാർക്കും അറിയില്ല. രാഷ്ട്രീയമായി എനിക്കറിയുന്ന ഒരു വിവരമല്ല. അദ്ദേഹം കർണാടകത്തിലാണെന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞു. നാളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ല വയനാട്ടിൽ റിസോർട്ടിലുണ്ടെങ്കിലോ? ബാംഗ്ലൂർ കർണാടകത്തിലാണ്, കോൺഗ്രസ് നേതാവിന്റെ ബാംഗ്ലൂർ ആന്ധ്രയിലാണോ? എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസിലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഓഫീസിൽ ഒളിപ്പിച്ചിട്ട് പറയട്ടെ സാർ, KPCC ഓഫീസിൽ ഒളിപ്പിച്ചിട്ട് കർണാടകത്തിലേക്ക് അയക്കാനുള്ള BJPയുടെ തന്ത്രമാണെന്ന് എനിക്കെങ്ങനെ അറിയാവുന്നത്? ഇവിടുത്തെ അന്വേഷണം KPCC ഓഫീസിലാണെന്ന് CPM എങ്ങനെ അറിയാം? KPCC ഓഫീസ് തപ്പണോ, DCC ഓഫീസിൽ തപ്പണോ? അവർ തപ്പട്ടെ. KPCC ഓഫീസിലാണെന്ന് അനിൽകുമാറിന് എങ്ങനെ അറിയാം? KPCC ഓഫീസിൽ ഒളിപ്പിച്ചിട്ട് കർണാടകത്തിൽ തപ്പിക്കോളാൻ പറഞ്ഞാൽ ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. നാളെ പിടിച്ചു കഴിയുമ്പോൾ അറിയാം എവിടെയാണെന്ന്. ഇപ്പൊ ഒരു സിനിമ നടിയുടെ വീട്ടിലുണ്ടോ നമുക്കറിയത്തില്ലല്ലോ. അല്ലല്ല, അത് അവർ തപ്പിയെടുക്കട്ടെ. പറയട്ടെ സാർ, കുന്നപ്പള്ളി 17, ഇപ്പൊ 10 ആയുള്ളൂ. 7 ദിവസങ്ങളുടെ സമയത്താ. തപ്പുന്നില്ല നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? തപ്പുന്നില്ലെന്ന് അന്വേഷിച്ച് നടക്കണില്ല. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.